നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. കേരളത്തിന്റെ വ്യവസായ മുന്നേറ്റത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രി പി രാജീവിന് വിദേശയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതെന്ന സൂചന. കേന്ദ്രം തടഞ്ഞത് 152 രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് മുൻപിൽ സംരംഭക നേട്ടം അവതരിപ്പിച്ച് കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ സൃഷ്ടിക്കാനുള്ള കേരളത്തിന്റെ ശ്രമം. കേന്ദ്ര നടപടി അസാധാരണവും അപലപനീയവുമെന്ന് മന്ത്രി പി രാജീവ്. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തമ്മിലടി. കൂട്ടത്തല്ല്. രാജീവ് ചന്ദ്രശേഖർ ഓഫീസിലിരിക്കെ തമ്മിലടിക്ക് കാരണം പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കം. നേതൃത്വത്തിന് പരാതി നൽകി മർദ്ദനമേറ്റവർ. പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസിന്. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടെന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. തന്റെ പ്രവർത്തനം കറുപ്പെന്ന് വരെ അധിക്ഷേപമുണ്ടായെന്നും ശാരദാ മുരളീധരൻ. വ്യക്തിത്വത്തിന് അളവുകോൽ തൊലിയുടെ കറുപ്പും വെളുപ്പും നിറം നോക്കിയല്ല നിർണ്ണയിക്കുന്നതെന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ. അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബറിൽ കേരളത്തിലെത്തും. മെസ്സി ഉൾപ്പെട്ട ടീം സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കും. ബി.ജെ.പി. നേതാക്കളെ സംരക്ഷിക്കാൻ കൊടകര കുഴൽപ്പണക്കേസ് അട്ടിമറിച്ച് ഇ.ഡി. നടപടിക്കെതിരെ പരസ്യ പ്രതിഷേധത്തിന് CPIM. ഈ മാസം 28-ന് കൊച്ചിയിലെ ഇ.ഡി. ആസ്ഥാനത്തിന് മുൻപിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച പോലീസ്. തിരൂർ സതീഷിന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്ന പോലീസ് റിപ്പോർട്ട്. ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. കൊടകരയിലെ കള്ളപ്പണക്കേസിൽ ബി.ജെ.പി. നേതാക്കളെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഇ.ഡി. എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കൊടകരയിൽ ഇ.ഡി. നിഷ്പക്ഷമല്ലെന്നും ഈ റിപ്പോർട്ടിലൂടെ ഇ.ഡിയുടെ വിശ്വാസ്യത തന്നെ തകർക്കുകയാണെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. കൊടകര കുഴൽപ്പണം കേസിൽ ബി.ജെ.പിക്ക് ഇ.ഡി. ക്ലീൻ ചിറ്റ് നൽകിയതിൽ പാർലമെന്റിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. പി സന്തോഷ് കുമാർ MP-യാണ് രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിലെ ബി.ജെ.പിയെ വെള്ളപൂശി എന്നാരോപിച്ചാണ് നോട്ടീസ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. 1 വർഷത്തെ മൊറട്ടോറിയം ഏർപ്പെടുത്താമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. എന്നാൽ വായ്പ എഴുതി തള്ളുകയാണ് വേണ്ടതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം നാളെ വൈകിട്ട് 4-ന് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സ്വീകരിക്കാൻ തീരുമാനിച്ചു. 817.80 കോടി രൂപ കേന്ദ്രം നിഷ്കർഷിച്ച വായ്പ മാതൃകയിൽ സ്വീകരിക്കാനാണ് തീരുമാനമെന്ന് മന്ത്രി BN വാസവൻ അറിയിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബുവിന് തിരിച്ചടി. കേസിൽ കെ ബാബുവിനെ പ്രതിയാക്കി ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചു. കലൂരിലെ സാമ്പത്തിക വിചാരണ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തിരുവനന്തപുരത്തെ CUCI സമരത്തെ തള്ളി INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖർ. കൂടിയാലോചനയില്ലാതെ നടത്തിയ സമരത്തിന് എന്തിന് പിന്തുണ നൽകണമെന്ന് R. ചന്ദ്രശേഖരൻ. സമരം ജനകീയ മുന്നേറ്റമല്ലെന്നും R. ചന്ദ്രശേഖരൻ വിമർശനമുന്നയിച്ചു. കേന്ദ്ര
കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ CITU-വിന്റെ നേതൃത്വത്തിൽ സ്കീം വർക്കർമാർ പത്തനംതിട്ടയിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആശാവർക്കർമാരുടെ പേരിൽ നടത്തുന്ന രാഷ്ട്രീയ നാടകം അവസാനിപ്പിക്കുക, സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് 75-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും സംസ്ഥാന സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും സംയുക്തമായി ലഹരി വിരുദ്ധ പ്രചാരണ ജാഥ നടത്തി. രാവിലെ 8:30 തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച ജാഥ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. CPIM അയർക്കുന്നം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമ്പൂർണ്ണ ഖരമാലിന്യ ശുചിത്വ യജ്ഞത്തിന് തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം മണ്ണാർക്കാട് ഐരാറ്റുനടയിൽ ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ നിർവഹിച്ചു. തിരുനെല്ലി പനവല്ലി പോത്തുമൂലയിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മധ്യവയസ്കയുടെ മൃതദേഹം മാനന്തവാടി അഗ്നിരക്ഷാസേന പുറത്തെടുത്തു. തുടർ നടപടികൾക്കായി പോലീസിന് കൈമാറി. പോത്തുമൂല ഹരിനിവാസിൽ ദേവകിയാണ് മരിച്ചത്. കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഭരത് മുരളി നാടകോത്സവത്തിന്റെ 2ാം പതിപ്പിന് ലോക നാടക ദിനമായ മാർച്ച് 27-ന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും. പാളയം സെനറ്റ് ഹാളിൽ ധനമന്ത്രി KN ബാലഗോപാൽ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ആദ്യകാല നാടക പ്രതിഭകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആദരിക്കും. ഒരു ഭ്രാന്തന്റെ വീക്ഷണത്തിലൂടെ സമകാലിക പ്രശ്നങ്ങൾ വരച്ചുകാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്ന റിയലിസ്റ്റിക് എക്സ്പെരിമെന്റൽ മൂവി റോട്ടൺ സൊസൈറ്റി രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ 100 പുരസ്കാരങ്ങൾ തികച്ചു. SS ജിഷ്ണുദേവ രചന, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ T സുനിൽ പുന്നക്കാടാണ് ഭ്രാന്തനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പാലക്കാട് നിർത്തിയിട്ട സ്കൂട്ടറിന് തീപിടിച്ച് 6 വയസ്സുകാരന് പൊള്ളലേറ്റു. നായാടിക്കുന്ന് സ്വദേശി ഹംസക്കുട്ടിയും മകൻ ഹനാനും സഞ്ചരിച്ച സ്കൂട്ടറിനാണ് തീപിടിച്ചത്. റോഡരികിൽ വണ്ടി നിർത്തിയപ്പോൾ എഞ്ചിന്റെ ഭാഗത്ത് നിന്നും തീ പടരുകയായിരുന്നു. പോക്സോ കേസിലെ പ്രതിയെ വിദേശത്തു നിന്നും കേരള പോലീസ് പിടികൂടി. മണ്ണാർക്കാട് സ്വദേശി ഷഫീഖിനെയാണ് റിയാദിൽ നിന്നും പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുംബൈ വിമാനത്താവളത്തിലെ ശൗചാലയത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ശൗചാലയത്തിനുള്ളിലെ ചവറ്റുകുട്ടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി മുംബൈ പോലീസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും ബലാത്സംഗ ശ്രമമല്ലെന്ന അലഹബാദ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത സുപ്രീം കോടതി. ഹൈക്കോടതി ജഡ്ജിയുടെ നിലപാടിനെതിരെ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. രാജ്യത്ത് അനധികൃതമായി നടക്കുന്ന മരം മുറിക്കലിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് സുപ്രീം കോടതി. ഒരുപാട് മരങ്ങൾ മുറിക്കുന്ന നടപടി മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ മോശം. പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്നവരോട് ഒരു ദയവും പാടില്ലെന്ന് സുപ്രീം കോടതി. ഇന്ത്യൻ സൈന്യവും അസം റൈഫിൾസും സ്പിയർ കോർപ്സിന്റെ നേതൃത്വത്തിൽ മണിപ്പൂരിലെ 5 ജില്ലകളിൽ ഇന്റലിജൻസ് അധിഷ്ഠിത സംയുക്ത ഓപ്പറേഷനുകൾ നടത്തി. 32 ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, മറ്റ് യുദ്ധസാധന സംഭരണികൾ എന്നിവ കണ്ടെടുത്തു. എല്ലാ വസ്തുക്കളും കൂടുതൽ അന്വേഷണത്തിനായി മണിപ്പൂർ പോലീസിന് കൈമാറി. പശ്ചിമ ബംഗാളിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവർ
മുർഷിദാബാദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. പഞ്ചാബിലെ റോപ്പർ IITയിൽ ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ഹോസ്റ്റൽ മുറിയിൽ വിഷം കഴിച്ച നിലയിൽ 2 ആഴ്ച മുൻപ് കണ്ടെത്തിയ തെലങ്കാനയിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. പഠന സംബന്ധമായ സമ്മർദ്ദമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നിഗമനം. തമിഴ്നാട്ടിൽ ഏറ്റുമുട്ടലിൽ മോഷണക്കേസ് പ്രതി കൊല്ലപ്പെട്ടു. UP സ്വദേശി ജാഫറാണ് പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. 50ഓളം കേസുകളിൽ പ്രതിയാണ് ജാഫർ. നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മാനേജർ ദിശ സാലിയന്റെ മരണത്തിൽ ബോളിവുഡ് താരങ്ങൾക്കും മുൻ മന്ത്രിമാർക്കുമെതിരെ FIR. ദിശയുടെ അച്ഛന്റെ പരാതിയിലാണ് നടപടി. റിയ ചക്രവർത്തിക്കെതിരെയും പരാതി. ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തിന്റെ വീഡിയോ പുറത്തുവിട്ട് ഇറാൻ. ആണവ പദ്ധതികൾ നിർത്തിവെക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ആയുധ ശേഖരത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വീഡിയോ ഇറാൻ പുറത്തുവിട്ടത്. ഗാസയിൽ ഹമാസ് ഭരണകൂടത്തിനും യുദ്ധത്തിനുമെതിരെ പ്രതിഷേധിച്ച് 100 കണക്കിന് പലസ്തീനുകൾ തെരുവിലിറങ്ങി. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിനെതിരെ സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ദക്ഷിണ കൊറിയയിലെ കാലത്തെയും വലിയ കാട്ടുതീകളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടായ കാട്ടുതീയിൽ 18 പേർ കൊല്ലപ്പെട്ടു. 200-ലധികം കെട്ടിടങ്ങൾ നശിക്കുകയും 27,000-ലധികം പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പാകിസ്ഥാനിലെ കലാട്ടിലെ IED ആക്രമണം ഉത്തരവാദിത്തം ഏറ്റെടുത്ത BLA. 5 സൈനികർ കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിൽ ലക്ഷ്യമിട്ട വാഹനം പൂർണ്ണമായും തകർന്നതായും BLA. US-ന്റെ യമൻ ആക്രമണ പദ്ധതി ചാറ്റിലൂടെ ചോർന്നു. സിഗ്നൽ എന്ന ആപ്പിലെ ഗ്രൂപ്പ് ചാറ്റിൽ അബദ്ധത്തിൽ മാധ്യമപ്രവർത്തകനെയും ചേർക്കുകയായിരുന്നു. സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി മോശമെന്ന US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡം. സിഖ് വിഘടനവാദികൾക്കെതിരെ കൊലപാതക ഗൂഢാലോചനകളിൽ പങ്കുണ്ടെന്നാരോപിച്ച് ഇന്ത്യയുടെ ബാഹ്യചാര ഏജൻസിക്കെതിരെ ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങൾ ശുപാർശ ചെയ്തു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് മുഹമ്മദ് യൂനുസ്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. രാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമാകുകയും അട്ടിമറി സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. ജർമ്മനിയിൽ പുതിയ പാർലമെന്റ് രൂപീകരിച്ചതിനെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന സർക്കാരിനെ ജർമ്മൻ പ്രസിഡന്റ് പിരിച്ചുവിട്ടു. ചാൻസലർ ഒലാഫ് ഷോൾ ഫെഡറൽ പ്രസിഡന്റ് പിരിച്ചുവിടൽ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചു. പുതിയ സർക്കാർ ഉണ്ടാകുന്നതുവരെ ഷോൾസ് മന്ത്രിസഭ കാവൽ മന്ത്രിസഭയായി അധികാരത്തിൽ തുടരും. മെക്കയിൽ റീറ്റെയിൽ സേവനം വിപുലമാക്കി ലുലു ഗ്രൂപ്പ്. ഇതിന്റെ ഭാഗമായി അൽ റുസൈഫിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. സൗദി അറേബ്യയുടെ വിഷൻ 2030 കരുത്തേകുന്നത് കൂടിയാണ് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ്.
മലപ്പുറം എടയൂരിൽ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മതസൗഹാർദ്ദ സമ്മേളനവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. 1000-ഓളം പേരാണ് സൗഹൃദ സംഗമത്തിലും നോമ്പുതുറയിലും പങ്കെടുത്തത്. ഖത്തറിൽ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി സീൽ ഇറ്റ് ഇവന്റ്സ് രാഗനിലാവ് എന്ന സംഗീത നൃത്ത നിശ ഒരുക്കുന്നു. ഗായിക മഞ്ജരി നയിക്കുന്ന രാഗനിലാവ് ലൈവ് സംഗീത നൃത്ത നിശ ഏപ്രിൽ 11 ഖത്തർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലെ എക്സിബിഷൻ ഹാളിൽ അരങ്ങേറും. സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ റുസൈൽ ബ്രദേഴ്സ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. റുസൈൽ മാർക്കറ്റിലെ സ്വദേശികളും വിദേശികളുമായ തൊഴിലാളികൾ അടക്കം 100 കണക്കിന് ആളുകൾ നോമ്പുതുറയിൽ പങ്കെടുത്തു. സൗദി അൽക്കോബ റാക്ക ഏരിയ KMCC റമദാൻ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. ആക്ടിംഗ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് കരുനാഗപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന സംഗമം അൽക്കോബ റാക്ക കേന്ദ്ര കമ്മിറ്റി ട്രഷറർ മൊയ്തുണ്ണി പാലപ്പെട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതി ഖത്തർ ന്യൂ സലാത്ത യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്നും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഷഹീൻ പെരുമ്പിലാവ് അധ്യക്ഷത വഹിച്ചു. നോർക്ക കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ EM സുധീർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. സാംസങ്ങിൽ നിന്ന് നികുതിയും പിഴയുമായി 5152.12 കോടി രൂപ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. അവശ്യ ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ താരിഫ് ഒഴിവാക്കിയതിനെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ നടപടി. കേന്ദ്രത്തിനെതിരെ കമ്പനി ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. ഇന്ത്യയിൽ സ്മാർട്ട് ഫോണുകൾ ഇനി വീട്ടുമുറ്റത്ത് എത്തും. ഫാസ്റ്റ് ഡെലിവറി സേവനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്. ആപ്പിൾ, സാംസങ്, OnePlus, റെഡ്മി തുടങ്ങിയ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകൾ 10 മിനിറ്റിനുള്ളിൽ വീടുകളിലെത്തും. ഓൺലൈൻ ഗെയിമിംഗിനെതിരെ വൻ നടപടികളുമായി കേന്ദ്ര സർക്കാർ. നിയമവിരുദ്ധമായ ഓൺലൈൻ പണമിടപാട് ഗെയിമിംഗ് സ്ഥാപനങ്ങളുടെ 357 വെബ്സൈറ്റുകൾ തടഞ്ഞെന്നും കേന്ദ്രം. 700 സ്ഥാപനങ്ങൾ അന്വേഷണത്തിന് പരിധിയിലാണെന്നും കേന്ദ്ര സർക്കാർ. ChatGPTക്കായി ഏറ്റവും പുതിയ ഇമേജ് ജനറേഷൻ ഫീച്ചർ പുറത്തിറക്കിയിരിക്കുന്നത് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും നൂതനമായ മോഡൽ. ഉപഭോക്താക്കൾക്ക് സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം നൽകുകയാണ് ലക്ഷ്യമെന്ന് CEO സാം ഓൾട്ട്മാൻ. ടെലികോം രംഗത്ത് കടുത്ത മത്സരങ്ങൾ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കെ പുതിയ പ്ലാനുമായി BSNL. ഒരു റീചാർജ് പ്ലാനിലൂടെ കുടുംബത്തിലെ 3 കണക്ഷനുകൾക്ക് വരെ പരിധിയില്ലാതെ കോളുകളും ഡാറ്റയും വാഗ്ദാനം ചെയ്യുന്നതാണ് പുതിയ പ്ലാൻ. വിനീത് ശ്രീനിവാസൻ നായകനായെത്തി ഒരു ജാതി ഒരു ജാതകം സിനിമയെ വിമർശിച്ച് ബിഗ് ബോസ് താരം അഭിഷേക് ജയ്ദീപും അമ്മ ശ്രീത ജയ്ദീപും. വിനീത് ശ്രീനിവാസനിൽ നിന്ന് ഇത്തരം ഒരു സിനിമ പ്രതീക്ഷിച്ചില്ലെന്നും സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും രണ്ടുപേരും പറയുന്നു. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ കോമഡി ചിത്രം ആലപ്പുഴ ജിങ്കാന ട്രെയിലർ എത്തി. നസ്ലിൻ നായകനാകുന്ന സിനിമ 2025 ഏപ്രിൽ മാസത്തിൽ വിഷു റിലീസായി തിയേറ്ററുകളിലെത്തും. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം എമ്പുരാന് വിജയാശംസകൾ നേർന്ന നടൻ മമ്മൂട്ടി. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ചിത്രം നാളെയാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുക. സോഷ്യൽ മീഡിയയിലൂടെയാണ് മമ്മൂട്ടി ആശംസകൾ അറിയിച്ചത്.
മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രത്തിന്റെ ടെലിവിഷൻ പ്രീമിയർ പ്രഖ്യാപിച്ചു. ഏഷ്യാനെറ്റിലാണ് ബറോസിന്റെ വേൾഡ് ടെലിവിഷൻ പ്രീമിയർ. നിലവിൽ ചിത്രം OTT-യിൽ സ്ട്രീമിംഗ് തുടരുകയാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വൻ മത്സരം. മോഹൻലാലിന്റെ എമ്പുരാനും തമിഴിൽ അത് വിക്രം നായകനാകുന്ന വീരാധീര സുരനും ഒരുമിച്ച് തിയേറ്ററുകളിലെത്തുന്നു. പുറത്തുവന്ന കണക്കുകൾ പ്രകാരം വിക്രം ചിത്രം നേടിയിരിക്കുന്നത് 1.30 കോടിയാണ്. എമ്പുരാൻ നേടിയിരിക്കുന്നത് 1.7 കോടി രൂപയുമാണ്. ഏവരും കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം തുടരും എന്നതിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടരും. നായിക കഥാപാത്രമായി ശോഭനയും ചിത്രത്തിലെത്തുന്നു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.